നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ടാൻസാനിയൻ പൗരത്വമുള്ളവർ കൊക്കൈൻ കടത്തിയ കേസിൽ പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് DRI അപേക്ഷ നൽകും. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. 32,87,00,000 രൂപയുടെ കൊക്കൈനാണ് പ്രതികൾ കടത്തിയത്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ സഹിൻ ആന്റണി നൽകും. സഹിൻ, വലിയ മയക്കുമരുന്ന് കടത്താണ്. 32,87,00,000 രൂപയുടെ കൊക്കൈനാണ് കടത്തിയത്. എത്തരത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? സഹിൻ. അതിനെ സൂചിപ്പിച്ചതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന കൊക്കൈൻ കൊച്ചിയിലേക്ക് കടത്തിയത് 32,87,00,000 രൂപയുടെ കൊക്കൈനാണ് കടത്തിയിരുന്നത്. അതും 2 ടാൻസാനിയൻ പൗരത്വമുള്ളവർ, ഒന്ന് ഒമാറി അത്തുമണി ജാഗോയും ഒപ്പം തന്നെ വെറോണിക്ക അബ്രഹാം ദുംഗയുമാണ്. ഈ 2 പേരെയും ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ 2 പേരെയും 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങാനാണ് DRI തീരുമാനിച്ചിരിക്കുന്നത്. ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് DRI ഇന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 2 പേരും 2 തവണ ദില്ലിയിൽ വന്നുപോയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. DRI അത് സംബന്ധിച്ചുള്ള പരിശോധനയും നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെക്സിക്കൻ ലോബിയാണ് അല്ലെങ്കിൽ മെക്സിക്കൻ ലഹരിമരുന്ന് മാഫിയാണ് ഈ കള്ളക്കടത്തിന് പിറകിലെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത്തരം ഗതികളിൽ ഒരു അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ് പതിവ്. എന്നാൽ ഇവർ 2 തവണ ദില്ലിയിൽ വന്ന് താമസിച്ചുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ പിടികൂടാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ DRI വെച്ചു പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ 10 ദിവസത്തേക്ക് കസ്റ്റഡി വാങ്ങാൻ DRI തീരുമാനിച്ചിരിക്കുന്നതും. ഇവർ ക്യാപ്സൂൾ രൂപത്തിലാക്കി കൊക്കൈൻ ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനാണ് ശ്രമിച്ചത്. പിന്നീട് ഇവർക്ക് കൂടുതൽ പഴവർഗ്ഗങ്ങൾ നൽകി മലത്തിലൂടെ ഈ ക്യാപ്സൂളുകൾ പുറത്തെത്തിക്കുകയായിരുന്നു. 194 ക്യാപ്സൂളുകളായിരുന്നു കൊക്കൈൻ രൂപത്തിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ കൊക്കൈൻ 194 ക്യാപ്സൂൾ രൂപത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത് 4 കിലോയിലധികം കൊക്കൈൻ ഉണ്ടായിരുന്നു. ആദ്യം 32 കോടി രൂപ എന്നുള്ളൊരു കണക്കായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ ആ കണക്ക് മാറി ആദ്യം 30 കോടി രൂപ എന്നുള്ളൊരു കണക്കായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷേ ആ കണക്ക് മാറി 32,87,00,000 രൂപയുടെ കൊക്കൈൻ ഇവർ കടത്തിയെന്നാണ് ഇപ്പോൾ DRIക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആതിര. ശരി, നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി കൊക്കൈൻ കടത്തിയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് DRI. പ്രതികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അപേക്ഷ നൽകാനാണ് തീരുമാനം. 10 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.